നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 791st day. Today 13th sloka of Pradhama Skandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 791 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 13ാമത്തെ ശ്ലോകം. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാദ്വിപു. ഓം തത്സത്. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാദ്വിപു. ഓം തത്സത്. പദം പിരിക്കേണ്ടത് വ്യസനം വീക്ഷ്യ തത്ത് സ്വാനാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാത് വിഭു. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അനന്യവിഷയാത്മനാം എന്നാൽ അന്യവിഷയത്തിൽ മനസ്സിനെ പ്രവേശിക്കാത്തവരും സ്വാനാം സ്വഭക്തന്മാരും യേശാം അവരുടെ തത് തത് യേശാം അനന്യവിഷയാത്മനാം തത്ത് വ്യസനം തത് വ്യസനം ചേർത്താണ് പറയുന്നത്. തത് വ്യസനം അവരുടെ വ്യസനം ആ വ്യസനത്തെ സ്വാനാം സ്വഭക്തന്മാരുമായ തേഷാം അവരുടെ ആ വ്യസനത്തെ വീക്ഷ്യ കണ്ടിട്ട് സ്വാസ്ത്രേണ സ്വന്തം അസ്ത്രമായ സുദർശനേന സ്വന്തം അസ്ത്രമായ സുദർശനം കൊണ്ട് വിഭു സർവസമർത്ഥനായ ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് മുഴുവൻ ആധാരമായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ രക്ഷയെ വ്യഥാത് ചെയ്തു. അതായത് പ്രഭുവായ ശ്രീകൃഷ്ണൻ സർവത്തിനും ആശ്രയഭൂതനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഒഴിച്ച് മറ്റാരെയും രക്ഷയായിട്ട് വിചാരിക്കാതെ ഇരിക്കുന്ന സ്വന്തം ഭക്തന്മാരായിട്ടുള്ള ആ പാണ്ഡവന്മാർക്ക് നേരിട്ടിരിക്കുന്ന ആപത്തിൽ നിന്നും സ്വന്തം അസ്ത്രമായ സുദർശനത്തെ ഉപയോഗിച്ച് അവരെ രക്ഷിച്ചു. ആ സൂതൻ പറഞ്ഞുകൊണ്ട് ശൗനകാദികൾക്ക് പറയുന്നതാണ് ഭാഗം. അതായത് ആ പാണ്ഡവന്മാരെ മുഴുവൻ നശിപ്പിക്കണം, ഈ ലോകത്ത് പാണ്ഡവന്മാരില്ലാതാക്കി തീർക്കണം എന്നുള്ള പകയോടുകൂടി അശ്വത്ഥാമാവ് അയച്ച ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഭഗവാൻ തന്നെ ഒഴിച്ച് മറ്റാരെയും ചിന്തിക്കാത്ത ആ പാണ്ഡവന്മാരുടെ ഭക്തിയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തന്നെ ഒഴിച്ച് മറ്റാരെയും ചിന്തിക്കാത്തതായ ആ പാണ്ഡവന്മാരെ ആ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും 5 പേരുടെ നേർക്കും ഒരു അസ്ത്രം 5ആയി തിരിഞ്ഞ് 5 പേരുടെ നേർക്കും വന്നുകൊണ്ടിരുന്ന ആ ബ്രഹ്മാസ്ത്രത്തെ ആ ഭഗവാൻ സ്വന്തം അസ്ത്രമായ സുദർശനം കൊണ്ട് തടുത്ത് അവരെ രക്ഷിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാന്റെ അസ്ത്രം സുദർശനമാണ്. ആ പ്രഭുവെ ഭഗവാനെ ഒഴിച്ച് ആരെയും വിചാരിക്കാതെ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട്
തങ്ങളുടെ രക്ഷയ്ക്ക് ആ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ആ പാണ്ഡവന്മാരെ ഭഗവാൻ രക്ഷിച്ചു. പാണ്ഡവന്മാരുടെ അനന്യമായ ആ ഭക്തിയെയും ഇവിടെ സൂചിപ്പിക്കുകയാണ് സൂതൻ. ശ്ലോകം ഒരിക്കൽ കൂടി. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യവിഷയാത്മനാം. തത്തേഷാം അനന്യവിഷയാത്മനാം എന്ന് ഒരു വാക്കായിട്ടാണ് ഉള്ളത്. വ്യസനം വീക്ഷ്യ തത്തേഷാം അനന്യവിഷയാത്മനാം സുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യഥാദ്വിപു. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.